ഞാനും സ്റ്റീവും കൂടി ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. സ്റ്റീവിന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെ കടയിലൊക്കെ വരാൻ. ആള് വലിയ ആളായില്ലേ, അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ കൂടുതലായിട്ട് ഗ്രേസിനേക്കാളും കൂടുതൽ സ്റ്റീവാണ് കേട്ടോ കടയിലേക്കൊക്കെ വരണത്. പിന്നെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യണേ. കുറേ അധികം ഡിലേ വരുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങൾക്ക് പുതിയല്ല, ഞങ്ങൾക്ക് 2 കുട്ടി ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിന് മുമ്പുള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2-3 ദിവസത്തെ വിശേഷങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ റെബേക്കയും ജെയ്സും വന്ന കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഗ്രേസും സ്റ്റീവും 4 പേരും കൂടി ഭയങ്കര ബഹളവും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ജെയ്സും ഗ്രേസും ഇച്ചിരി ചേച്ചിയും ചേട്ടനായല്ലോ റബേക്കേനെയും സ്റ്റീവിനെയൊക്കെ വെച്ച് നോക്കും. അപ്പോൾ അവർ ഭയങ്കര ഉത്തരവാദിത്തത്തോടു കൂടി അവരുടേതായ രീതിയിലുള്ള പൂക്കളങ്ങളൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ കേട്ടോ. ഞാൻ ഓൾറെഡി പോസ്റ്റ് ഇട്ടായിരുന്നു. കുറേ പേര് വിഷസ് അറിയിച്ചു. ഞാനും കുറേയധികം പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. അപ്പം അങ്ങനെ ഇത് അവർ വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പം മമ്മി എനിക്ക് 2 ദിവസം മുമ്പ് ചക്ക തന്നയച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് നുറുക്കി എല്ലാം നല്ല സെറ്റായിട്ടാണ് തന്നായിരുന്നത്. അപ്പം അതെനിക്ക് അപ്പം തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചക്കുപ്പേരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ചക്കയിൽ ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഒരു റിയൽ ലൈഫിൽ സനചേട്ടൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതും കുറേയധികം ഗ്യാപ്പിന് ശേഷമാണ് പോസ്റ്റ് ചെയ്യണത്. നമ്മുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തതും ഒക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പെട്ടെന്ന് ഉഷാറും പിന്നെ പെട്ടെന്ന് ഡൗൺ ആയി പോവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് വളരെയധികം നമ്മുടെ വീഡിയോനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഗ്രേസ് ഇവിടെ ഇല്ല. സ്റ്റീവിന് ഞാൻ എന്താണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പോകണം. അപ്പോൾ സ്റ്റീവിന് മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു. പിന്നെ തേങ്ങ കുറച്ച് ചിരവിയിട്ടിട്ട് അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പ് ദോശ റെഡിയാക്കാണ്. പിന്നെ അമ്മയ്ക്ക് പഴം പുഴുങ്ങിയത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് പഴം പുഴുങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കാടമുട്ടയും കൂടി പുഴുങ്ങി അങ്ങനെ കൊടുക്കാൻ ഉള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണ. എല്ലാവരും അടിപൊളിയായോ? ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അപ്പം എല്ലാവർക്കും വീണ്ടും ഓണത്തിൻ്റെ ആശംസകൾ കേട്ടോ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ വീഡിയോ ആയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. പിന്നെ കുക്കറിൽ ചക്ക വേവിക്കാനിട്ടായിരുന്നല്ലോ. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചില്ല, ജസ്റ്റ് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടു. കാരണം ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ അത് കഴുകി വാരി വന്നപ്പോൾ അതിൽ ചെറിയൊരു നനവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുക്കറിൽ നമ്മളിനി വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചായിരുന്നത്. എന്നിട്ട് ഒരു വിസിൽ പോവാറായിപ്പിക്കാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓഫ് ചെയ്തിട്ടും 1-2 വിസിൽ ഇങ്ങനെ പോയി, ഭയങ്കര സൗണ്ടിൽ പോയി. അപ്പോഴാണ് മനസ്സിലായി എൻ്റെ സേഫ്റ്റി വാൽവ് തുറന്ന് അത് വിസിൽ പോയതാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു വെള്ളം കുറഞ്ഞിട്ട് ആയിരിക്കാം. ആ ഒരു പ്രഷറിൽ സേഫ്റ്റി വാൽവ് പൊട്ടി. അപ്പം അങ്ങനെ എൻ്റെ പുതിയ കുക്കറിൻ്റെ ആദ്യമായിട്ട് സേഫ്റ്റി വാൽവ് പോയി. അപ്പം ഇനി ഇത് മാറ്റിയിട്ട് വേണം ഇനി യൂസ് ചെയ്യാൻ. ഞാൻ ആകെ പേടിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ സേഫ്റ്റി വാൽവ് ഇങ്ങനെ ഓപ്പൺ ആവണം എൻ്റെ സൗണ്ട് കേൾക്കണത്. എനിക്ക് എന്തോ ഒരു മന്തികേട് തോന്നിയായിരുന്നു. കാരണം വിസിലിൽ പോവാനും കുറേ ലേറ്റ് ആവണ് അങ്ങനെ. അപ്പോൾ സനചേട്ടനാണെങ്കിൽ എപ്പോഴും പറയും കുക്കർ ഭയങ്കര ഡേഞ്ചറസ് ആണ്, സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല എനിക്ക് ആകെ. എന്നിട്ട് ഞാൻ സനചേട്ടനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ സേഫ്റ്റി വാൽവ് പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ സനചേട്ടൻ ഒരു റിയൽ ലൈഫിലേക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റീവിനുള്ള ദോശ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേഗം കാടമുട്ടയൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി അമ്മയ്ക്കുള്ള പഴവും കാടമുട്ടയും എടുത്തിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഭക്ഷണം ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ കൊണ്ട് ചെല്ലണ ഫുഡ് ചിലപ്പോൾ അമ്മയ്ക്ക് വേണ്ടാന്ന് പറയും. അങ്ങനെ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറവാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരേ കണ്ടീഷൻ അനുസരിച്ചാണ്. അമ്മയുടെ ഇഷ്ടത്തിന് നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമ്മ ചിലപ്പോൾ ഛർദ്ദിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ആഴ്ച ഫുൾ വയറ് ശരിയല്ലായിരുന്നു.
ഉണ്ടായിരുന്നു, വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കലും ഛർദി ആ ഒരു സംഭവമൊക്കെ വരുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും പറ്റാത്തൊരു കണ്ടീഷൻ. കാരണം എനിക്ക് എൻ്റെതായ പണികളും അമ്മയുടെ കാര്യങ്ങളും വരുമ്പോൾ വീഡിയോ പോയിട്ട് ഞാൻ ഫോണിൽ തന്നെ ഒന്നും ചെയ്യാണ്ട് നമുക്കതിനുള്ളൊരു മൂഡ് വരില്ല. അപ്പോൾ കുറേ പേര് കമൻ്റായിട്ട് അറിയിക്കുന്നത് ഞാനൊക്കെ കമൻ്റൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെപ്പോഴും എങ്ങനെയാണ് അമ്മയ്ക്ക് വയ്യ അതൊരു റീസണായിട്ട് നമ്മളൊരു ജോലിയായിട്ട് കാണുമ്പോൾ അങ്ങനെ റീസണായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എൻ്റെ ഒരു മാനസികാവസ്ഥയും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ വേണ്ട, കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ചെറുതായിട്ട് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അധികമല്ല, ലൈറ്റായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വെള്ളം കുറവിൻ്റെ ആയിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. എന്നാലും ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ കുക്കർ എന്താണ് അങ്ങനെ കുറച്ച് വെള്ളം കുറഞ്ഞാലും അങ്ങനെ സേഫ്റ്റി വാൽവ് ഓപ്പൺ ആയി പോരും, എന്തെങ്കിലും കരട് ഇരുന്നതായിട്ട് എനിക്ക് തോന്നണില്ല, അറിയില്ല. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഞാൻ ബാക്കിയുള്ള ചക്കയാണ്, ഇത് ഫുൾ ചക്ക എടുത്തില്ല, കാരണം അതിൽ നിന്ന് പകുതി ഞാൻ ഭാഗം ഞാൻ എടുത്തില്ല. കരിഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല ചെറുതായിട്ട് അടി പിടിച്ച പോലെയായി. പിന്നെ അതിൻ്റെ ടേസ്റ്റിന് മുകളിലേക്ക് ഉള്ള ബാക്കിയുള്ള ചക്കയും കൂടി കൂട്ടി കുഴച്ച് മിക്സാക്കി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ എടുത്തില്ലായിരുന്നു. അതിപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്ത് വേഗം ചക്കുപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ കഞ്ഞി കുടിക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പം അങ്ങനെ പൊതുവേ ഞങ്ങൾ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റൈലിലാണ് കറി റെഡിയാക്കുക, ചക്കുപ്പേരി എന്ന് പറയുക, റെഡിയാക്കുക. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ഞാൻ വിചാരിച്ചു കുമ്പളങ്ങ കറി വയ്ക്കാമെന്ന്. മോര് കറി പോലെ വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പം എന്തായാലും എപ്പോഴും കുമ്പളങ്ങ കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള കറിയാണ് പൊതുവേ വയ്ക്കാറുള്ളത്. മോര് കറി വയ്ക്കാറുണ്ട്, മുമ്പ് വയ്ക്കാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചീശെ ആണെങ്കിലും കറി വെക്കാൻ എനിക്കൊരു ചെറിയൊരു മടി തോന്നും. കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ല, അമ്മയ്ക്ക് വേറെ മതി. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞാനെപ്പോഴും മിക്കപ്പോഴും അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ രീതിയിലാണ് കുമ്പളങ്ങ കറി വയ്ക്കാറ്. അപ്പം ഇന്ന് മോര് കറി ഇപ്പോൾ കുറേ ദിവസമായല്ലോ, അപ്പോൾ മോര് കറി എന്തായാലും ഉണ്ടാക്കാം എന്നൊരു ഇതിലാണ്. അപ്പോൾ ഓൾറെഡി ഇന്നലെ ഞാൻ തൈര് ഒഴിച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് വേഗം എല്ലാം ഒന്ന് മോര് കറി അപ്പം നാളത്തേക്കും കൂട്ടി എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഞാൻ ഉണക്കമീൻ കഴുകി വെള്ളത്തിലിട്ട് ഇങ്ങനെ ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത്യാവശ്യം വലുപ്പത്തിലുള്ള സൈസിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വേവിക്കാൻ വേണ്ടി വയ്ക്കും. പിന്നെ ഈ ഒരു ഗ്യാപ്പ് എടുത്ത ദിവസങ്ങളിൽ ഞാൻ കുറേ അധികം പണികൾ ചെയ്തു കേട്ടോ വീട്ടിൽ. കുറേ ഷെൽഫുകളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ഞാനിങ്ങനെ പെൻഡിങ് എന്ന് പറഞ്ഞ് ഇന്നാവാം നാളെ ആവാം എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ഞാൻ സമയം എടുത്ത് ചെയ്ത് തീർത്തോട്ടെ. എനിക്ക് ഒറ്റയടിക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ പണിയുള്ളൂ, പക്ഷെ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ഞാൻ എൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു വീട് ഞാൻ റിവ്യൂ ചെയ്തായിരുന്നു കേട്ടോ. അത് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ അറിയണ ഒരു ചേച്ചിയും ചേട്ടനാണ് ആ വീട് പണിയിപ്പിച്ചതും എനിക്കറിയണ ഒരു ചേട്ടനാണ് കേട്ടോ, ഒരു ഫ്രണ്ടാണ്, എൻജിനീയർ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാനങ്ങനെ ഹോം റിവ്യൂ പോലെ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. എനിക്കൊരു ആദ്യം എങ്ങനെയാണ് ചെയ്യുക, നിങ്ങളെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഒരു പകുതിയായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും.
അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പറയണേ. ഇങ്ങനെ ഞാനിപ്പോൾ നോർമലി നമ്മുടെ വീട്ടിലത്തെ കുക്കിങ്ങും അങ്ങനത്തെ വ്ളോഗുകളൊക്കെ അല്ലേ പോസ്റ്റ് ചെയ്യാറ്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ സണ്ണചേട്ടനാണ് ഇക്കോൺ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി സ്വന്തമായിട്ട് അങ്ങനെ പോയി എടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു. ആദ്യമായിട്ട് പോയി ഒറ്റയ്ക്ക് പോയി ചെയ്യാന്നൊക്കെ പറയണത് എനിക്കതൊരു വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് ദിവസത്തിനുള്ളിൽ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിച്ചോളൂ. പിന്നെന്താണ് പറയുന്നത്, അപ്പം ഞാനിത് 2 ദിവസം മുമ്പ് കടയിൽ പോയിപ്പോൾ പൊടിയേരി, അമ്മയ്ക്ക് മിക്കപ്പോഴും പൊടിയേരിക്കഞ്ഞാണ് മുമ്പ് കഴിക്കാറ്. ഇപ്പം ആ പൊടിയേരിക്കഞ്ഞി കഴിക്കുന്ന ഒരു പരിപാടി കുറഞ്ഞു കേട്ടോ. അപ്പോൾ പൊടിയേരി മേടിച്ചായിരുന്നു. ഇപ്പോൾ ഗ്രേസ് ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ട് ഞാനിങ്ങനെ പാക്കറ്റിൽ വെക്കാറുള്ളത് ഇങ്ങനെ ബോക്സുകളിലാക്കി നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ ബോക്സിൽ ഒട്ടിച്ചപ്പോൾ ഗ്രേസ് പറഞ്ഞു ഞാൻ എഴുതി വെക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എഴുതിയതാണ് കേട്ടോ പൊടിയേരി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ബോക്സുകളിലൊക്കെ അങ്ങനെ ഒട്ടിച്ച് ഞാൻ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്റ്റിക്കി നോട്ടും കൂടി അവൾക്കന്ന് ഹാർട്ടിൻ്റെ സ്റ്റിക്കി നോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അവളങ്ങനെ എഴുതിയതല്ലേ, ഞാനും അങ്ങനെ എഴുതാമെന്ന് വിചാരിച്ച്. ഇച്ചിരി വലിപ്പം കൂടുതലാണ് സ്റ്റിക്കി നോട്ടിന്, പക്ഷെ ഒരു രസം. അപ്പോൾ അങ്ങനെ മുമ്പ് ഞാൻ ഒട്ടിക്കാറുള്ളത് ചെറിയൊരു ഇത് മാത്രമായിട്ടാണ് വെക്കാറ്. അപ്പോൾ അങ്ങനെ ഷെൽഫിലേക്കൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇത് മോര് കറിക്കുള്ള അരപ്പ് റെഡിയാക്കുന്നതാണ്. തേങ്ങയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ച് വയ്ക്കാൻ പോവാണ്. ഓൾറെഡി നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ മീനൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കിയും കൂടി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കൂടി പറയാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. കുറേ അധികം ഗ്യാപ്പിന് ശേഷം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഒന്ന് ഓർത്തോളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടാവണതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഓർക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. അങ്ങനത്തെ ഞാൻ അരപ്പൊക്കെ ഒഴിച്ചു, നല്ലോണം തിളച്ച് റെഡിയായി. അപ്പോൾ തൈര് ഇന്നലെ ഉറവിച്ച് വെച്ചായിരുന്ന തൈരിനെ ഞാൻ ഒന്ന് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചൂടോട് കൂടി ഒന്ന് ഇട്ടു. ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കുറച്ച് കായം പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെന്താ ഇനി ഒന്ന് താളിച്ച് വയ്ക്കണം. അപ്പോൾ ഉലുവയും കടുകും ഒക്കെ ഒന്ന് താളിച്ച് വെച്ച് നമ്മുടെ കറിയുടെ പരിപാടി എങ്ങനെ റെഡി കഴിയും. പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കറിവേപ്പ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ നല്ല മഴ പെയ്യും, ഇടയ്ക്ക് നല്ല വെയിലാണ്. ഓണത്തിൻ്റെ സമയം, ഇതിപ്പോൾ ഓണത്തിന് മുമ്പത്തെ ദിവസത്തെ വീഡിയോ ആണത്. 2-3 ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. ആ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഓണം ആയപ്പോൾ തുടങ്ങി ഭയങ്കര മഴയാണ്. കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണത്തിൻ്റെ ദിവസം, തിരുവോണത്തിൻ്റെ ദിവസം. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണേ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു മഴ എന്ന് പറയാം, അത്രയും മഴയായിരുന്നു. അപ്പം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഉണക്കമീനെ ഞാൻ വെളിച്ചെണ്ണ വെച്ച് വറുത്ത്, ഞാൻ ഉണക്കമീനൊന്നും വറുക്കുമ്പോൾ മഞ്ഞപ്പൊടി ഒന്ന് തിരുമ്മി വെച്ച് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ഇടാറില്ല, മുളക് പൊടി മാത്രം ഇടും. അല്ലെങ്കിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ ചതച്ച മുളകും കൂടി ഇടും, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ എൻ്റെ കറിവേപ്പ് കഴിഞ്ഞ് ഇനി ക്ലീനിങ് ആണ്. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധം പണികളൊക്കെ തീർന്ന മട്ടാണ് കേട്ടോ. പിന്നെ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കട്ടെ അടുക്കള.
അപ്പം ഇനി വേഗം അകത്തേക്ക് പോവാം. അകത്ത് ബെഡ് സംഭവം അവർ കളിക്കാൻ, ഞാനന്ന് ജെയ്സും റെബയ്ക്കൊക്കെ ഉള്ളപ്പോൾ ബെഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് കളിക്കാൻ വേണ്ടി. പിന്നെ അവൻ ബെഡ് ഈ ഹോളിൽ നിന്ന് മാറ്റാൻ സമ്മതിക്കില്ല. സ്റ്റീവ് ഭയങ്കര ബഹളമാണ്. ബെഡ് മാറ്റി കഴിഞ്ഞാൽ അവൻ്റെ എന്താ പറയുക, കാർ ഓടിക്കണ എൻ്റെ റോഡ് പോകും എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ബെഡ് മാറ്റിയില്ല. അപ്പോൾ 2 ദിവസമായി ഞാൻ അവനറിയാണ്ട് വേഗം റൂമിൽ കൊണ്ടിടും. പക്ഷെ അവൻ കരയും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അകത്ത് കൊണ്ടിടും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ബാഗ് ഇനി ക്ലീൻ ചെയ്യട്ടെ. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് വാരിയിട്ട് തന്നെ ഒരു സന്തോഷമാണ്. പണികൾ വേഗം തീർക്കാമെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ ചോറ് റെഡി, മീൻ വറുത്തത് റെഡി, മോര് കറി റെഡി. പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്ക ഉണ്ടല്ലോ, കഞ്ഞി കുടിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും കഞ്ഞി കുടിച്ചില്ലായിരുന്നു കേട്ടോ. ചക്ക മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചക്കയും പിന്നെ കാടമുട്ടയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം ഫുഡ് കഴിക്കട്ടെ. പുറത്താണെങ്കിൽ വെയിൽ മാറി മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ യൂട്യൂബിൽ നമുക്ക് ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെന്താണ്, അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. ഓണത്തിൻ്റെ എല്ലാ ആശംസകളും, നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ. അപ്പം ഇനി ഫുഡ് കഴിക്കട്ടെ. പിന്നെ എന്താണ്, അപ്പം അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു വീഡിയോ ഹോം റിവ്യൂ ചെയ്തേക്കണ പോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതെന്തായാലും കണ്ടോളൂ കേട്ടോ. ഞാനപ്പോൾ ചെയ്തത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.